ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും കൊണ്ട് ആവിയിൽ വേവിച്ചെടുത്തൊരു നാടൻ പലഹാരമായ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. ശർക്കര പൊടിച്ചത് 1/2 കപ്പ്. പിന്നെ നമ്മൾ അരച്ച് വെച്ച ഏത്തപ്പഴം, 1 നുള്ളു ഉപ്പ്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി. ഇത് നല്ല ജീരകം, ചെറിയ ജീരകമൊക്കെ അല്ലേ അത്. പിന്നെ 2 ടീസ്പൂൺ നെയ്യ്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് ശകലം കൂടെ ശർക്കര ചേർക്കും, ഒരു 2 ടേബിൾ സ്പൂണും കൂടെ. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് ചൂടാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കുക, 1 സ്പൂണ്. ഈ രീതിയിലൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുമ്പിൾ കുത്താൻ വേണ്ടി ഞാൻ വാഴയില എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വഴനയില കിട്ടുവാണെങ്കിൽ അതെടുത്താൽ മതി. അപ്പോൾ ആ ഇലക്കാണെങ്കിൽ നല്ല മണമാണ്. ഇനി ഇത് കുമ്പിൾ കുത്തിയിട്ട് ഇതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ടങ്ങ് അകത്തോട്ടൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇത് ഓരോന്നും വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയത്തിൻ്റെ ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ 15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇതിപ്പോൾ എല്ലാം ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കുമ്പിളപ്പം. ഇത് ഗോതമ്പ് പൊടി, ഏത്തപ്പഴം എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.